ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപം ആത്മസ്വരൂപമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇത് നല്ല ശീലങ്ങളും ഗുണങ്ങളും വളർത്തിയെടുക്കാനുള്ള അവസരമായി പുതുവർഷത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് അന്ന് മോചനം നേടാനുള്ള ദൃഢനിശ്ചയത്തിനുള്ള അവസരം കൂടിയാണിത്. പണ്ടൊക്കെ അമ്മ അങ്ങനെ ചെയ്യിക്കും, ഗൃഹസ്ഥാശ്രമം കൊണ്ടും ആഴ്ച ഒരു ദിവസം മൗനം അടുപ്പിക്കുമായിരുന്നു. ഗൃഹസ്ഥാശ്രമങ്ങൾ കൊണ്ട് എത്ര മണിക്കൂർ മൗനം. പക്ഷെ പല മക്കളും എന്നോട് വന്നു പറഞ്ഞു, അമ്മേ ആ മൗനം എടുത്തെടുത്ത് ആൾക്കാരോട് സംസാരിക്കുമ്പോഴും മൗനം വന്ന് ചിന്തിച്ച് സംസാരിക്കാൻ പോലും തോന്നാം. ചിന്തിച്ചിട്ടേ പിന്നെ സംസാരിക്കുള്ളൂ. മൗനം എന്നാണ് ആദ്യം വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ കൈ കിട്ടുകയുള്ളു. കുറേ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമുക്ക് തന്നെ അറിയാം, തലേദിവസം ദേഷ്യം തോന്നിയ വ്യക്തിയോട് ഉറങ്ങി കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്നില്ല. കാരണം അപ്പം മനസ്സ് തെളിഞ്ഞ് അതിൻ്റെ ശരിയായ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അയ്യോ അപ്പം ദേഷ്യത്തിന് ഭയങ്കര അപകടമായതിന് അമ്മേ ഇപ്പോഴാണ് മനസ്സിലായത് ഇന്ന് പല മക്കളും പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം. ഈ ദിവസം കാലണ്ടറിൽ കുളിച്ച് ഇന്നത്തെ ദിവസം ആരോടും ദേഷിക്കുകയില്ല, എന്ത് വന്നാലും ക്ഷമിക്കാം, കേട്ടാലും തിരിച്ചൊന്നും പറയില്ല. അങ്ങനെ ഓരോ വ്രതമാണ് വ്രതം. പക്ഷെ നമ്മുടെ വ്രതം എന്ന് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പലരും വ്രതം കാണിക്കുന്നത്. രണ്ട് അനിയത്തിനോട് വഴക്കിട്ട്, അപ്പം ചേട്ടൻ അനിയനെ കുറേ ചീത്ത വിളിച്ചു. അപ്പം അനിയൻ വിഷമിച്ച് പോയി മുറിയിൽ പോയി കിടന്നു ഉറങ്ങി. ചേട്ടൻ വലിയ ഗംഭീരിങ്ങനെ വന്ന് അമ്മ എടുത്തു. അപ്പം അമ്മ ഉപദേശിച്ചു, മോനെ നാളെ നിൻ്റെ അനിയൻ മരിച്ചു പോയാൽ ജീവിതകാലം മുഴുക്ക നീ ദുഃഖിക്കുകയില്ലേ മോനെ? ആ ദുഃഖിക്കും. അതുകൊണ്ട് നീ ഇന്ന് രാത്രി പോയിട്ട് അവരോട് മാപ്പ് പറയണം, തീർച്ചയായിട്ടും മാപ്പ് പറയണം. അപ്പോൾ അമ്മയുടെ ഈ നിർബന്ധ ബുദ്ധി കേട്ടിട്ട് ഈ ചേട്ടൻ ചെന്ന് അനിയനെ വിളിച്ചുണർത്തി. നാളെ നീ മരിച്ചാൽ ഞാൻ ദേഷ്യത്തിനൊക്കെ ക്ഷമിക്കുന്നു, മരിച്ചില്ലെങ്കിൽ ക്ഷമയില്ല കേട്ടോടാ. അപ്പം ഇതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പം ഉള്ളിലെ പൂർണ്ണമായും നോക്കും മാറ്റാൻ വിഷമമായിരിക്കാം ഈഗോ. പക്ഷെങ്കിലും എങ്ങനെയെങ്കിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് നല്ലതായിരിക്കും ഏതെങ്കിലും രീതിയിൽ. അതിനാണ് നമ്മുടെ ചിന്തയും പ്രവൃത്തിയും നന്നാക്കാൻ നമ്മൾ ജാഗ്രതയോടെ കഴിയണം. ആത്മാർത്ഥമായ ശ്രമമുണ്ടെങ്കിൽ ദുശീലത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ധ്യാനജപാതി സാധനങ്ങൾ ആ പരിശ്രമത്തിൽ നമുക്ക് തുണയായിത്തീരും. നമുക്ക് ഈ അട്ടപ്പാടിലൊക്കെ പോകുമ്പം അവിടെയുള്ളൊരു ദിവസവും കുടിക്കും. പക്ഷേ ശബരിമല സീസണാകുമ്പോൾ 41 ദിവസം ഒരു കുടിക്കത്തേയില്ല. അല്ലാതെ കൊണ്ടുപോയി പല പല ഹോസ്പിറ്റലിൽ ചികിത്സിച്ച് ഈ കള്ളുകുടി നിർത്താൻ വേണ്ടി, പക്ഷെ നിർത്തിയില്ല, വീണ്ടും കുടിക്കില്ല. പക്ഷേ ശബരിമല സീസണാകുമ്പോൾ 41 ദിവസം കുടിക്കില്ല. മനസ്സുകൊണ്ട് ശ്രമിച്ചാൽ മാറ്റാൻ കഴിയാത്തൊന്നുമില്ല എന്നുള്ള ഒറ്റ തെളിവാണത്. അതൊരു ഭയഭക്തിയും വിശ്വാസം അത്ര ഉറച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് ആ വ്രതമെടുക്കുമ്പോൾ അതിൽ നിന്ന് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ചില മക്കൾ പറയും, ഇപ്പം ദിവസം അമ്മേ ഞാൻ സ്കൂളിൽ നിന്ന് വന്നാൽ രാത്രിയിൽ ഒരു സിനിമ കണ്ടിട്ടേ കിടക്കുള്ളൂ, അതിൻ്റെ ശീലമാണ്. പക്ഷെ പരീക്ഷ എടുക്കുമ്പം എനിക്ക് പരീക്ഷയിൽ ജയിക്കണം, അല്ല ഫസ്റ്റ് ക്ലാസ് മേടിക്കണം, അല്ല റാങ്ക് മേടിക്കണം, ആ ലക്ഷ്യം വരുമ്പം ഇതിനോട് വിരക്തി വന്നുള്ളൂ. ലക്ഷ്യമാണ് ശരിക്കും മാർഗത്തിലേക്കുള്ള വൃത്തിയെ കൊണ്ടുവരുന്നത്. സഹജീവിയുള്ള കാരണം നമ്മൾ പ്രത്യേകിച്ച് വളർത്തിയെടുക്കേണ്ട ഒരു ഗുണമാണ്. ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തി ആദ്യ ദിവസത്തെ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് പുതുവർഷത്തിന് ആരംഭം കുറിക്കാം. നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ
ഉണർത്താനും ഉദ്ധരിക്കാനും അത്തരം പ്രവൃത്തികൾ നമ്മളെ സഹായിക്കും. എല്ലാ പ്രതിബന്ധങ്ങളെയും ജയിക്കുന്ന ശക്തിയും വീര്യവും നന്മയും ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ ഉണർത്താൻ ശ്രമിക്കേണ്ടത്. ജർമ്മനിൽ ദർശനം വന്ന ഒരു മോൾ അമ്മയടുത്ത് നടന്നൊരു സംഭവം അമ്മയോട് പറഞ്ഞു. അതമ്മ ഓർക്കുകയാണ്. ദർശനം വന്ന മോള് 2ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. മറ്റു രാജ്യത്തു നിന്ന് അഭയാർത്ഥി കുട്ടികളും ഈ ക്ലാസ്സിലുണ്ടായിരുന്നു. ഭിന്നസംഖ്യകളെ കുറിച്ചായിരുന്നു ആ ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. അരയെന്നാൽ എന്തെന്നും കാലെന്നാൽ എന്തെന്നും കുട്ടികൾക്ക് ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ടീച്ചർ കുട്ടികളോട് ചോദിച്ച്, ഞാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരുന്നിരിക്കട്ടെ, ഒരു ചോക്ലേറ്റിൻ്റെ അരഭാഗമാണോ കാൽഭാഗമാണോ നിങ്ങൾക്ക് വേണ്ടത്? കൂടുതൽ കുട്ടികൾ പറഞ്ഞ് കാൽഭാഗമാണ്. ടീച്ചർ വിചാരിച്ച് അരയാണ് കാലിനേക്കാൾ വലുതെന്ന് കുട്ടികൾക്ക് മനസ്സിലായില്ലായിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് ഒന്നുകൂടെ പഠിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാൽഭാഗം ചോക്ലേറ്റ് മതിയെന്ന് പറഞ്ഞത്? അപ്പോൾ കുട്ടികൾ തിരിച്ച് പറഞ്ഞത്, അതേ ടീച്ചറെ, ഞങ്ങൾ കാൽഭാഗം എടുത്താൽ ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറഞ്ഞത്. കുട്ടികളുടെ മറുപടി കേട്ടപ്പോൾ നമ്മുടെ ദർശനം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണറിയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ മനസ്സോർക്കുക, നല്ല ഭക്ഷണം വയറു നിറയെ കഴിക്കാൻ കിട്ടാത്ത കുട്ടികളാണത്. എന്നിട്ട് കുട്ടികൾ മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. മുതിർന്നവരായ നമ്മളിൽ എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും? എല്ലാവർക്കും ഇങ്ങനെ വിശാല മനസ്സ് കിട്ടിയാൽ ഈ ഭൂമിയെ സ്വർഗമാക്കാൻ മറ്റെന്ത് വേണം? പുതുവർഷം ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഉത്സാഹവും ഉന്മേഷവുമാണ്. എന്നാൽ എന്തുകൊണ്ട് എല്ലാ ദിവസവും ഈ ഉത്സാഹവും ഉന്മേഷവും നിലനിർത്തിക്കൂടാ? ഓരോ ദിവസം പുലരുമ്പോൾ മക്കൾ ചിന്തിക്കുക, എൻ്റെ ഇനിയുള്ള ജീവിതത്തിൻ്റെ ആദ്യ ദിനമാണ് ഇന്ന്. അതിനാൽ ഈ ദിവസം ഞാൻ ഏറ്റവും നന്നായി ചെലവഴിക്കും. അങ്ങനെ ചിന്തിച്ചാൽ ഓരോ ദിവസവും നമുക്കൊരു ഉത്സാഹം നിറയും. അങ്ങനെ വർഷം മുഴുവൻ ഉത്സാഹഭരിതമാക്കാൻ നമുക്ക് സാധിക്കും. പ്രതീക്ഷ കൈവിടാത്തൊരു ഹൃദയവും പ്രസന്നമായ ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഏതൊന്നിലും പുതുമ ദർശിക്കാനും സന്തോഷം കണ്ടെത്താനും നമുക്ക് സാധിക്കും. സ്നേഹം, സൗഹൃദം, സംതൃപ്തി, അതിനേക്കാൾ വലിയ ആഘോഷമില്ല. നിങ്ങളെപ്പോലെ മക്കൾ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൂതരാകട്ടെ. മക്കളെല്ലാം ഹൃദയത്തിൽ ശാന്തിയും സന്തോഷവും നിറയാൻ കൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ.
The Mahabharata is not confined to a particular time and place. In this context, time doesn't refer to a particular point of time before Christ, BC or AC, whatever. It is time, a point when everything began. Time keeps moving, it's never still. Even for a split of a second, it is ever changing. Time itself is a conflict between the present and the future. It also imbibes, absorbs the past into the present and moves onward into the future. So time is a continuous and unbroken activity which involves everything, every world, every living and non-living being. And as time passes by, it creates three phases: past, present and future. Something goes, something comes, something dies, and something takes birth. Past flows into the present and emerges as the future. It is as though a constant war is taking place. So if you want to interpret Mahabharata as a symbol, not as something that happened in the past, this also is an interpretation, a very intelligent, brilliant explanation. And the Mahabharata also shows us the grief, shoka, grief. Shoka is the nature of the world. The people are continuously suffering in the midst of plenty. And that's why Amma says, the happiness we see outside is like whitewashed happiness. Whitewashed. We just scratch and there's grief, shoka. Just beneath the happiness. And all the negativities we feel in life, whatever it is, name it, whether it is sorrow, sadness, depression, jealousy, whatever, anger, hatred, revenge, they're all offshoots of grief, shoka. And that is samsara, shoka. However, through Lord Krishna's Bhagavad Gita teachings to Arjuna, the epic also tells humanity that grief is meaningless. Mahabharata also sends out this message to humanity that grief is meaningless, as every single event, every movement is predetermined. Gadasuna gadam sumscha nanu shochandi panditaha. Krishna tells Arjuna in chapter 2, verse 11. Arjuna, you speak like a scholar. You speak words of wisdom. You are mourning for that which is not worthy of grief. The wise, Panditaha, doesn't mean scholar. The wise lament neither for the living nor for the dead. In reality, there is nothing, no situation, nor experience we can call permissible or valid grief. For any circumstance in life, whether you are an Indian, Middle East man, European, American, Australian, Aboriginal, Eskimo, young, old man, woman, whoever you are, wherever you live, grief, worry, reaction to a situation is not justified at all. Nothing, no situation in this world can be solved by worrying over it. Amma says, will a wound or cut heal if you keep crying and looking at it? No, never. Take an injection or apply an antibiotic cream to it. So there is no such thing as permissible or valid grief. So here, Panditaha doesn't mean scholar, someone who has collected information. No, it means the wise. So Krishna says the wise neither lament for the living nor the dead. They neither worry about the dead nor the living. Is there anything in this world that doesn't fall under this category?
gone and living. Or maybe we can add a third category, going to go. Gone, living, going to go. This is not only applicable to people, but also things, objects, possessions, pets, or anything that are gone. Gada soon. And then people think objects, possessions, pets that are yet to go. Agada soon, agada soon. They are on their way. Therefore, Krishna tells, stop worrying. Amma says worrying is not going to drain out the sorrows from the storage of your future, but it definitely drains out your inner strength to find a solution. The eminent scientist Albert Einstein said, any intelligent fool can make things bigger, more complex, and more violent. It takes a touch of genius and a lot of courage to move in the opposite direction. So here, Arjuna is acting like an intelligent fool. Allow me to recollect Amma's words. Is there any point in feeling sad about a situation you cannot solve? No. And do you fret about a situation you can solve? No. Leave these two and go ahead worrying about all else in life. What else do you have? There's nothing else, right? So unless you have the power of will and zeal to be in the present moment while facing life intelligently, endowed with the proper discernment, the future will ruthlessly tow you like the cow dragging a person holding the other end of the rope. Pashu. Pashubhir samana. Hitopadesha, an ancient Sanskrit text, says, Ahara nidra bhayam ayudhanani Samanyamedat Pashubhir Naranam Jnanam Naranam Adhigo Vishesho Jnanena Hina Pashubhi Samana. Eating, sleeping, fear, and sexual procreation, these habits are common between human beings and animals. It is a dharma which is a special quality of the human beings. Without dharma or discrimination, to discriminate between good and bad, eternal and non-eternal. And without dharma, humans are similar to animals.